ഇറാനും കൈകോർക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക നാവിഗേഷൻ ഇടനാഴി ഒരുക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയ ഇറാനും ഒമാനും കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായി അധികൃതർ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള US സമ്മർദ്ദം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ നീക്കം. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ആഗോള എണ്ണ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിയുടെ ഏകദേശം 1/5 ഹോർമൂസ് കടലിടുക്കിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം വലിയ തോതിൽ നിലച്ച മട്ടിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ ഏതാനും ആഴ്ചകളായി ഉണ്ടായിട്ടില്ലെങ്കിലും സമാധാന കരാറിനായുള്ള നയതന്ത്ര ചർച്ചകൾ നിലച്ചിരിക്കുകയാണ്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോഴും അപകടകരമായി തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര ജലപരിധിയിൽ ഉണ്ടായിരുന്ന എല്ലാ മൈനുകളും പൊട്ടിച്ചു നീക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്തതായും ട്രംപ് അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു. കൂടാതെ പുതിയ മൈനുകൾ സ്ഥാപിക്കുന്ന ഏതൊരു കപ്പലിനെയും ബോട്ടിനെയും തകർക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ് പറഞ്ഞു. US സ്പേസ് ഫോഴ്സിന്റെ സഹായത്തോടെ കടലിടുക്കിന്റെ ഓരോ ഭാഗവും നിരീക്ഷിച്ചു വരികയാണെന്നും മൈനുകൾ സ്ഥാപിക്കുന്നതിനെതിരെ സീറോ ടോളറൻസ് നയം നിലവിലുണ്ടെന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങൾ തുടരുകയാണ്. ചൊവ്വാഴ്ച ഒമാനിലെ അഷിഷാഹയ്ക്ക് ഏകദേശം 9 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്കായി ഒരു എണ്ണക്കപ്പലിന് അജ്ഞാത വസ്തു ഇടിക്കുകയും കപ്പൽ പ്രവർത്തനരഹിതമാവുകയും ചെയ്തതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതവും യുദ്ധത്തിന് പഴയ നിലയിൽ നിന്ന് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കടലിടുക്കിലൂടെ പ്രതിദിനം ഏകദേശം 50 ലക്ഷം ബാരൽ എണ്ണ മാത്രമാണ് കടന്നുപോയത്. യുദ്ധത്തിന് മുമ്പ് ഇത് പ്രതിദിനം 2 കോടിയിലധികം ബാരലായിരുന്നു. അതായത് ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന ഏകദേശം 5 ബാരൽ എണ്ണയിൽ ഒന്ന് കടന്നുപോയിരുന്ന പ്രധാന ജലപാതയിലെ ഗതാഗതം നിലവിൽ ഇടിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ ഇറാനുമായുള്ള സംഘർഷം സമീപകാലത്ത് രൂക്ഷമാകാനുള്ള സാധ്യത കുറഞ്ഞതായി വിലയിരുത്തി മിഡിൽ ഈസ്റ്റിലെ ചില നയതന്ത്ര ദൗത്യങ്ങളിലേക്ക് US ഉദ്യോഗസ്ഥരെ തിരിച്ചയക്കാൻ അമേരിക്ക നടപടി ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചില എംബസികൾ തുടക്കത്തിൽ പരിമിതമായ ശേഷിയിലായിരിക്കും പ്രവർത്തിക്കുക. എങ്കിലും ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് അമേരിക്ക ഈ ആഴ്ച ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുകയാണ് ലക്ഷ്യമെങ്കിലും ഉപരോധങ്ങൾ ഉടൻ നടപ്പിലാകില്ലെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയും കപ്പൽ ഗതാഗതവും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഇറാൻ ഒമാൻ നീക്കം ആഗോള എണ്ണ വിപണിക്ക് നിർണായകമാണ്. ഇതാണിപ്പോൾ എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.